ഒരു ബിസിനസ് ഉടമയായ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും വലിയ പിഴവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഓട്ടോമേഷൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളോ നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീമോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസിയോ അപ് ടു ഡേറ്റ് അല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങളോട്. നിങ്ങളുടെ മാർക്കറ്റർ അല്ലെങ്കിൽ നിങ്ങൾ ഇനി അതിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസി എങ്ങനെയാണ് ഈ ഒരു ഓട്ടോമേഷൻ ടൂൾസ് ലിവറേജ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ഈ വാട്സപ്പ് ബിസിനസ് API, ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ, ചാറ്റ് ബോട്ടുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ അവര് ഈ കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? കാരണം കസ്റ്റമേഴ്സുമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യണം. നമുക്ക് വരുന്ന ലീഡുമായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യണം. അത് ഏറ്റവും ബെസ്റ്റ് വാട്സപ്പിലൂടെയാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി വരുന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. മെയിലൊന്നും ഇപ്പൊ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ 3 പ്ലാറ്റ്ഫോമുകൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ജസ്റ്റ് ആ ഒരു കസ്റ്റമർ, ആ ഒരു ലീഡ് നമുക്ക് നമ്മളെ അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ കാശ് എന്ന് പറഞ്ഞ് നീട്ടിയിട്ട് നമ്മുടെ ടേബിളിൽ വെച്ചു കാശ്. ഇത് എടുത്തിട്ട് നമ്മൾ ഇനി ഡ്രോയറിൽ ഇടേ വേണ്ടുള്ളൂ. പക്ഷെ അതിന് മുമ്പ് അവരത് തിരിച്ച് കൊണ്ടുപോകുന്ന രൂപത്തിലാണ്. യു ആർ ലീവിങ് മണി ഓൺ ദ ടേബിൾ. രണ്ടാമത്തെ കാര്യം, യു ആർ മിസ്സിംഗ് ഫാസ്റ്റർ കസ്റ്റമർ റെസ്പോൺസ്. കസ്റ്റമേഴ്സിന് ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് വേണം. അത് നിങ്ങൾ അവിടെ മിസ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു റെസ്പോൺസ് കൊടുത്താലാണ് അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്കറിയുള്ളൂ. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവർക്കും കിട്ടുള്ളൂ. അപ്പോൾ അത് മൂന്നാമത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവര് ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെക്കാൾ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ പിറകിൽ പോകണോ അവരുടെ മുന്നിൽ പോകണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് വലിയ സംഭവമാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നത്. ഈ ഒരു വാട്സപ്പ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇതൊന്നും ടെക്സാവി ആയിട്ടുള്ള ഒരു സംഗതി ഒന്നല്ല. മാർക്കറ്റിംഗ് നമ്മൾ വളരെയധികം ഇവോൾവ് ആയിട്ടുണ്ട്, വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനത്തെ ടൂളുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാര്യമുള്ളൂ. അപ്പോൾ ഇതൊന്നും എക്സ്ട്രാസ് അല്ല, ഇതെല്ലാം മാർക്കറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ കാര്യങ്ങളാണ്. എഫക്റ്റീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള വളരെയധികം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഇതൊക്കെ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ്. സാധാരണ ഈ ഒരു മാർക്കറ്റിങ്ങിന്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അധികം മാർക്കറ്റേഴ്സും സ്റ്റെക്കായി നിൽക്കും. അവർ പഠിച്ചിട്ടുള്ളതനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അവർ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഫേസ്ബുക്ക് ആഡുകൾ റൺ ചെയ്യാം, പിന്നെ കുറച്ച് പോസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഈ എത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ നമുക്കത് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുന്നത്, കസ്റ്റമർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാരണം നമ്മുടെ സമയം കുറെ പോകുന്നു. നമുക്ക് ടൈം സേവ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ റിസോഴ്സസ് സേവ് ചെയ്യണം, അത് അവിടെ നടക്കുന്നില്ല. സാധാരണ പറയുന്നത് നമ്മുടെ എൻഗേജ്മെന്റും കൺവേർഷൻസും അധികം എഫേർട്ട് ഇല്ലാതെ കൂട്ടുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതിലൂടെ നടക്കും. ഇതിനെല്ലാം എക്സാമ്പിൾസ് ഞാൻ എൻ്റെ ചാനലിൽ പല ബ്രാൻഡുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കയറി കണ്ട് നിങ്ങൾ മനസ്സിലാക്കേ വേണ്ടുള്ളൂ, എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്കില്ലും സ്ട്രാറ്റജീസും വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. അത് നിങ്ങളെ പുറകോട്ട് വലിക്കുകയേ ചെയ്യുള്ളൂ. കാരണം മാർക്കറ്റിംഗ് നിങ്ങളുടെ ലൈഫ് ലൈൻ ഓഫ് യുവർ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ് ഷുഡ് ബി ഡൈനാമിക് ആൻഡ് ഇന്നോവേറ്റീവ് ആസ് യുവർ ഗോൾസ്. അത് ഡൈനാമിക് ആയിരിക്കണം, ഇന്നോവേറ്റീവ് ആയിരിക്കണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓട്ടോമേഷന് ലിവറേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദിക്കും. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളുടെ ടീം, മാർക്കറ്റിംഗ് ടീം അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസി, നിങ്ങൾ അവരെ ഡിമാൻഡ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. കാരണം നിങ്ങൾ ബിസിനസ് ഓണറാണ് അത് ചെയ്യേണ്ടത്. മൂന്നാമത്, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക. കാരണം നമ്മൾ പുറകിൽ പോകാൻ പാടില്ല. ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ നമ്മൾ പുറകിൽ പോകുക എന്നുള്ള പറഞ്ഞതൊരു ഓപ്ഷൻ അല്ല. അപ്പോൾ നിങ്ങളുടെ യുവർ ബിസിനസ് ഡിസേർവ്സ് എ മാർക്കറ്റിംഗ് അപ്രോച്ച്. ഇന്നത്തെ കാലത്ത് വർക്ക് ചെയ്യുന്ന മാർക്കറ്റിംഗ് അപ്രോച്ച് ആവശ്യമാണ്. അതൊരു 5 വർഷം മുന്നേ 2 വർഷം മുമ്പ് വർക്ക് ചെയ്ത അപ്രോച്ച് വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ഓട്ടോമേഷൻ മിസ് ചെയ്യാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫെലോ ബിസിനസ് ഓണേഴ്സിന്. അവരുടെ ബിസിനസ്സും നിങ്ങളുടെ ബിസിനസ്സും ഒക്കെ നല്ല നിലയിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കാം.
അപ്പൊ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് വളരാം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്.